മഹാനരായ അബൂ ഖൈറുൽ ഖീനാത്ത് റളിയല്ലാഹു അൻഹു മഹാനവർകൾ എത്രയോ സ്വലാത്ത് ചൊല്ലിയവരാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് കാണാൻ കഴിയാത്ത വിഷമത്തിൽ വനത്തിലേക്ക് കയറിയിട്ട് അവിടുന്ന് മുഴുവനായി സ്വലാത്ത് ചൊല്ലാൻ ആരംഭിച്ച മഹാനാണ്. ഫർദ് നിസ്കാരം കഴിഞ്ഞാൽ സ്വലാത്താണ്. എന്നിട്ട് പോലും മനാമിൽ കാണാത്തത് കൊണ്ടാണ് ഇനി എൻ്റെ ലക്ഷ്യം മദീനയാണ്. അങ്ങനെ മദീനയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ 3-4 ദിവസത്തിന് ശേഷം അവിടുന്ന് അബൂ ഖൈർ റളിയല്ലാഹു അൻഹു മദീനയിൽ എത്തിപ്പെടുകയാണ്. മദീനയിലെത്തിയിട്ട് ഹബീബായ തങ്ങളുടെ കാവ്യങ്ങൾ ഒരുപാട് അങ്ങ് ചൊല്ലിയിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലയോ നബിയേ, എൻ്റെ കയ്യിൽ നിന്ന് വല്ല അബദ്ധവും വന്നു പോയോ? ഞാനിതാ ഇന്ന് അങ്ങയുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. അന ളൈഫുക ഫീ ഹാദൽ ലൈലി യാ റസൂലല്ലാഹ്, ഇന്ന് അങ്ങയുടെ വിരുന്നുകാരനാണ് നബിയേ. വളരെ ക്ഷീണത്താൽ അങ്ങ് ഉറങ്ങിപ്പോകുമ്പോൾ, മയങ്ങിപ്പോകുമ്പോൾ രാത്രി സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നു, അല്ലയോ അബൂ ഖൈർ, എന്തിനാണ് മോനെ വിഷമിക്കുന്നത്? ഇതാ ഈ പത്തിരി നീ കഴിച്ചോ, ഈ ഖുബ്സ് തിന്നോ മോനെ. സംഭവം സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണ് എന്നറിയാൻ ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ അബൂ ഖൈർ റളിയല്ലാഹു അൻഹു കഴിച്ച പത്തിരിയുടെ കഷ്ണം തൻ്റെ കയ്യിലുണ്ട് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. മുഅ്മിനീങ്ങളെ, നമ്മുടെ സ്വപ്നവും വിദൂരത്തല്ല. ഹബീബായ തങ്ങളെ കാണണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ.